അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷെഫീഖ് EP എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കുക. താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ബ്രാക്കറ്റിലുള്ളത് നോക്കാം. ത്വാഹിർ, സുന്നത്ത്, കറാഹത്ത്, മുഅല്ലദ്, നിഫാസ്, ഹറാം. അപ്പോൾ ഏതാണ് ഒന്നാമത്തേതിനോട് യോജിച്ചത്? ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും, കറാഹത്ത്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും കറാഹത്ത് എന്നെടുത്ത് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ഉദുറോടെ ഖളാ ആയ നിസ്കാരത്തെ ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കൽ. എന്താണ്? സുന്നത്താണ്. ഇനി മൂന്നാമത്തത് നോക്കാം. നാരങ്ങ വെള്ളം. ഏതാണ് അതിനോട് യോജിച്ചത്? ത്വാഹിർ. അപ്പോൾ അവിടെ ത്വാഹിർ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് നായ, പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവ, മുഅല്ലദ്. അപ്പോൾ നായ, പന്നി ഇവയിൽ നിന്നും ജന്മം കൊണ്ടവ മുഅല്ലദാണ്. അഞ്ചാമത്തത് കൂടിയാൽ 60 ദിവസമാണ്. എന്താണ്? നിഫാസ്. അപ്പോൾ അവിടെ നിഫാസ് എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും ഓരോ ഓപ്ഷനാണ് നൽകിയത്. അപ്പോൾ ശരിയായ ഓപ്ഷന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഒരു തയമ്മം കൊണ്ട് എത്രയും നിസ്കരിക്കാം? സുന്നത്ത്, ഫർള്, സുബ്ഹ്. ഏതാണ്? സുന്നത്താണ്. അപ്പോൾ അവിടെ സുന്നത്തിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരം. തറാവീഹ്, സുബ്ഹ്, ഇശാ. ഏതാണ് ശരി? സുബ്ഹ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് ബാങ്കും ഇഖാമത്തും കേൾക്കുന്നവർ അതുപോലെ പറയൽ. ജായിസ്, കറാഹത്ത്, സുന്നത്ത്. അപ്പോൾ സുന്നത്ത് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത് നിസ്കാരത്തിൻ്റെ ഫറളുകൾ 5, 14, 7. അപ്പം 14 എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തതാണ് അവസാനത്തെ ചോദ്യം. ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. ഫർള്, ഷർത്ത്, സുന്നത്ത്. അപ്പോൾ ഫർള് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം വിശദമാക്കുക എന്നുള്ളതാണ്. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് വെള്ളിയാഴ്ച സുബ്ഹിക്ക് ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ. സൂറത്തു സജ്ദ, സൂറത്തു ദഹർ. അപ്പോൾ ഇത് രണ്ടുമാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തത് മുഖഫഫായ നജ്സ്. അതേതാണ് മുഖഫഫായിട്ടുള്ള നജ്സ്? ഉത്തരം 2 വയസ്സ് പൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ മൂത്രം. അതാണ് മുഖഫഫായിട്ടുള്ള നജ്സ്. മൂന്നാമത്തത് ഖസീറായ ഫർളുകൾ. എന്താണ് ഖസീറായ ഫർളുകൾ? ഉത്തരം സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തവും അതുപോലെ ഇഅ്തിദാലും. ഇതാണ് ഖസീറായിട്ടുള്ള ഫർളുകൾ. നാലാമത്തത് നിസ്കാരത്തിലെ ഖൗലിയായ ഫർളുകൾ ഏതൊക്കെയാണ്? ഉത്തരം തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സ്വലാത്ത്, സലാം. ഇനി അഞ്ചാമത്തത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഖുനൂത്തിൽ മഅ്മൂം ഓതേണ്ടത് എവിടെ മുതലാണ്? ഫഇന്നക തഖ്ലി എന്നത് മുതലാണ്. ഇനി നാലാമത്തെ പ്രവർത്തനം എന്ത് ചൊല്ലണം എന്നുള്ളതാണ്. അപ്പോൾ 4 കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവയുടെ സമയത്ത് നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്? അതാണ് ഉത്തരമായിട്ട് എഴുതാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം റുക്കൂയിൽ എന്താണ്? റുക്കൂ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. രണ്ടാമത്തെ ചോദ്യം 1-ാം റക്അത്തിൽ അഊദുവിന് മുമ്പ് എന്താണ്? വജ്ജഹ്തു. അപ്പോൾ വജ്ജഹ്തു ഓതി കഴിഞ്ഞതിന് ശേഷമാണ് അഊദു, അല്ലേ? പിന്നെ തുടർന്ന് ചൊല്ലേണ്ടത്. അപ്പോൾ 1-ാമത്തെ റക്അത്തിൽ അഊദുവിന് മുമ്പ് ചൊല്ലേണ്ടത് വജ്ജഹ്തു ആണ്. ഇനി മൂന്നാമത്തത് ഖുനൂത്തിന് ശേഷം. എന്താണ് ഖുനൂത്തിന് ശേഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത്. അതാണ് ഖുനൂത്തിന് ശേഷം ചൊല്ലേണ്ടത്. നാലാമത്തത്
ബാങ്കിൽ അസ്വലാത്തു ഖൈറു മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ബാങ്കിൽ അസ്വലാത്തു ഖൈറു മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ പറയേണ്ടത്? സ്വദഖ്ത വ ബരിർത. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നും ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, തറാവീഹിൽ ഈ 2 റക്അത്തുകളിൽ സലാം വീട്ടൽ വാജിബ്. അപ്പോൾ തറാവീഹ് നിസ്കാരത്തിൽ ഈ 2 റക്അത്തുകളിൽ സലാം വീട്ടലാണ് വാജിബ്. രണ്ടാമത്തത്, പെരുന്നാൾ നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ 7 തക്ബീർ ചൊല്ലൽ സുന്നത്ത്. ഇനി മൂന്നാമത്തെ ചോദ്യം, 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഖസുർ. നാലാമത്തെ ചോദ്യം, ജമാഅത്ത് ഷറത്തുള്ള നിസ്കാരം ജുമുഅ. അഞ്ചാമത്തെ ചോദ്യം, സക്കാത്ത് വാജിബാകാൻ 30 എണ്ണം ഉണ്ടായിരിക്കേണ്ട മൃഗം ഏതാണ്? ഉത്തരം മാട്. ഇനി 6ാമത്തെ പ്രവർത്തനമാണ് നോക്കാൻ പോകുന്നത്. ആശയം എഴുതാം. 2 ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ നൽകിയത്. അപ്പോൾ ഓരോന്നിൻ്റെയും ആശയം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി. ഒന്നുകൂടെ നോക്കാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമദാന 20 റക്അത്തൻ സിവൽ വിത്തിരി. അപ്പോൾ അതിൻ്റെ ആശയം എന്താണ്? നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ വിത്തുറു കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. രണ്ടാമത്തത്, ഇദാ ഹളറത്തി സ്വലാത്തു ഫൽ യുഅദ്ദിൻ ലക്കും അഹദുക്കും. അപ്പോൾ അതിൻ്റെ ആശയം എങ്ങനെ വരും? നിസ്കാരം ആസന്നമായാൽ നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കുക. നിസ്കാരം ആസന്നമായാൽ നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തതിൻ്റെ ആശയം. ഇനി 7ാമത്തെ പ്രവർത്തനം, ഹജ്ജിൻ്റെ ഫർളും വാജിബാത്തും വേർതിരിക്കുക. അപ്പോൾ താഴെ ബ്രാക്കറ്റിൽ ഹജ്ജിൻ്റെ ഫർളുമുണ്ട്, അതുപോലെ വാജിബാത്തുമുണ്ട്. അപ്പോൾ ഓരോന്നും വേർതിരിച്ചെഴുതുക. അപ്പം ഹജ്ജിൻ്റെ ഫർളിൽ ഏതെല്ലാമാണ് വരുന്നത്? ഇഫാദത്തിൻ്റെ തവാഫ്, തലയിൽ നിന്ന് മുടി നീക്കൽ. അപ്പോൾ ഇത് 2ഉമാണ് ഹജ്ജിൻ്റെ ഫർളുകൾ. ഇനി വാജിബാത്തോ? മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ, അതുപോലെ വിദാഇൻ്റെ തവാഫ്. ഇനി 8ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തത്, ഫ ഇന്നക തഖ്ലി വലാ യുഖ്ല ഡാഷ് മൻ ആദൈത. അപ്പോൾ അവിടെ ഏതാണ് വേണ്ടത്? ഫ ഇന്നക തഖ്ലി വലാ യുഖ്ല അലൈക വ ഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഗിസ്സു മൻ ആദൈത. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു. അതാണ് 2ാമത്തെ പ്രവർത്തനം, 2ാമത്തെ ചോദ്യം. ഇനി 3ാമത്തത്, വ ജുഇലത്തി ലനൽ അർളു കുല്ലുഹ മസ്ജിദൻ വ ജുഇലത്ത് തുർബതുഹാ ലന തഹൂറ. അപ്പോൾ അതാണ് 3ാമത്തത് പൂരിപ്പിച്ചെഴുതാനുള്ളത്. ഇനി 9ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1ാമത്തെ ചോദ്യം നോക്കാം. നോമ്പിൻ്റെ ഫർളുകൾ ഏതെല്ലാം? ഉത്തരം നിയ്യത്ത്, അതുപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കുക. ഇനി 2ാമത്തെ ചോദ്യം, സക്കാത്തുൽ ഫിത്ർ വാജിബാകും എപ്പോൾ? ഉത്തരം റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ. അപ്പോൾ റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാലാണ് സക്കാത്തുൽ ഫിത്ർ വാജിബാകുന്നത്. ഇനി 3ാമത്തെ ചോദ്യം, ജംഅ് ആക്കപ്പെടാവുന്ന നിസ്കാരങ്ങൾ ഏതെല്ലാം? ഉത്തരം ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. ഈ നിസ്കാരങ്ങളാണ് ജംഅ് ആക്കപ്പെടാവുന്ന നിസ്കാരങ്ങൾ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.